മോനെ ഞാനിവിടെ അറേഞ്ച് ചെയ്ത് വെച്ചതെല്ലാം മോൻ ഇഷ്ടമായോ? ഇഷ്ടായോന്നോ? അച്ഛാ സൂപ്പർ ആയിട്ടുണ്ട്. എന്നാലും എന്റെ അച്ഛൻ ഇത്ര ഗ്രാൻഡ് ആക്കും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ചിന്നു ചിപ്പി മക്കൾക്ക് ഇത് ഇഷ്ടമായോ? ഭയങ്കര ഇഷ്ടായെങ്കിലേ. അതന്നെ അങ്ങളെ കാണാൻ തന്നെ സൂപ്പർ ആയിട്ടുണ്ട്. ഇനി നിങ്ങളുടെ ബർത്ത്ഡേക്കും ഞാൻ ഇതുപോലെ തന്നെ ഇവിടെ ഒരുക്കും. അങ്ങളെ എനിക്ക് ബാർബിയുടെ തീമാണ് ഇഷ്ടം. എനിക്ക് യൂണിക്കോണും. നിങ്ങളുടെ ബർത്ത്ഡേ ബാർബിയുടെ യൂണിക്കോണിന്റെ തീമിലാക്കാട്ടോ. എന്നാ ശരി മക്കളെ, ഞാൻ ഫുഡിന്റെ കാര്യങ്ങളൊക്കെ നോക്കട്ടെ. പിന്നെ ഇവിടുന്ന് കളിക്കുമ്പോൾ ഒന്നും തട്ടി വീഴാതെ പ്രത്യേകം ശ്രദ്ധിക്കണേ. അല്ലോണ്ട് നിന്റെ ഫ്രണ്ട്സിനൊന്നും കാണുന്നില്ലല്ലോ. അതിനധികം ആൾക്കാർ വൈകിട്ടാ വരിക. പിന്നെ ആശയും 1-2 ഫ്രണ്ട്സ് മാത്രമേ ഇപ്പൊ വരൂ. എന്നാ ശരി മക്കള് കളിച്ചോ. ഭാഗ്യം. അതെന്താടി? ഞങ്ങളുടെ ബർത്ത്ഡേ ഇതുവരെ ഇത്രയ്ക്ക് ഗ്രാൻഡ് ആയിട്ട് ആഘോഷിച്ചിട്ടില്ല. അതിന് എന്റെ ബർത്ത്ഡേ ആദ്യമായിട്ടാ ഇത്രയ്ക്ക് ഗ്രാൻഡ് ആക്കുന്നേ. ഞാനിവിടെ നിങ്ങളുടെ വീട്ടിൽ നിന്നല്ലേ ഇപ്പൊ പഠിക്കുന്നത്. അതുകൊണ്ടായിരിക്കും അച്ഛൻ ഇത്രയ്ക്ക് ഗ്രാൻഡ് ആക്കിയേ. അല്ലയുടെ ഫംഗ്ഷൻ വൈകിട്ടെന്നല്ലേ പറഞ്ഞേ? ഇവിടെ പരിപാടിയെല്ലാം തുടങ്ങിയെന്നല്ലോ. അതന്നെ ഇത്ത ഞാനും കരുതുന്നേ. നിങ്ങൾ എത്തിയോ? അല്ല, പരിപാടിയെല്ലാം കഴിഞ്ഞോ? ഇല്ല, പരിപാടിയൊന്നും തുടങ്ങിയിട്ടില്ല. ഇവിടേക്ക് അറേഞ്ച് ചെയ്തിപ്പോഴാ കഴിഞ്ഞേ. ഇത്തവാ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. വേണ്ട, ഞാനിപ്പോ വന്നു കയറിയതല്ലേ ഉള്ളൂ. അല്ല ആശി, ഉമ്മ ആന്റിയിലൂടെ? അവര് വൈകിട്ടാ വരുവാ. അല്ല, എല്ലാരും ഇങ്ങനെ വർത്താനം പറഞ്ഞോണ്ട് നിൽക്കുവാണോ? എല്ലാരും ഇങ്ങ് വന്നേ, വന്ന് ജ്യൂസ് കുടിക്കേ. ആശി ഇതാ എന്റെ അമ്മ. നീ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. ഇല്ല. ആ മോനാണല്ലേ ആശി. ഇവൻ എപ്പോഴും പറയലുണ്ട് മോന്റെ കാര്യം. പ്രിയനു മാത്രം ഞാൻ തരാം മധുരമീ പ്രണയം. എന്താണ് ഒരു പ്രണയപ്പാട്ടെല്ലാം? ഒന്നുമില്ല, വെറുതെ ഇങ്ങനെ ഇരുന്നപ്പോ പാടിയതാ. അല്ല, നീ വരുന്നില്ലേ? എവിടെ വരുന്നില്ലേന്ന്? അല്ല, അപ്പൊ അതും മറന്നോ? ഇന്നലെ ഉണ്ണിയുടെ പിറന്നാൾ. പാർട്ടിക്ക് പോണ്ടേ? മക്കളെല്ലാം നേരത്തെ പോയി. ഇത്ത പൊക്കോ ഇത്താ, ഞാൻ വീട്ടിലിരുന്നോളാം. പെണ്ണിന്റെ ഒരു മടി നോക്കിയാട്ടെ, മര്യാദക്ക് വന്നോണം. ഇവിടെ കുറെ തുണിയെല്ലാം മടക്കാനില്ലേ? ഞാൻ അതെല്ലാം മടക്കിട്ട് ഇവിടെ ഇരുന്നോളാം. ഇത്ത പോയിട്ട് വാ. ഞാൻ എന്തായാലും പോകും, പക്ഷെ നീയും വരണം. ആശി നിർബന്ധമായിട്ട് പറഞ്ഞതാ നമ്മള് രണ്ടാളും പോണെന്ന്. വാ, നമുക്ക് ഇറങ്ങാം. ഇത്ത എന്നൊരു കാര്യം ചെയ്യ്. ഇത്തിപ്പ് ഇറങ്ങിക്കോ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം. വാക്കാണേ, കുറച്ച് കഴിഞ്ഞ് വാക്ക് മാറ്റാൻ പാടില്ല. ഇല്ലിത്ത, നിങ്ങള് പൊക്കോ, ഞാൻ ബാക്കി തന്നെ വന്നോളാം. എന്നാ ശരി, നീ എന്തായാലും വരണേ. എന്റെ ഇത്ത, ഞാൻ എന്തായാലും വരൂ. ആഹാ, ഇവിടെ മൊത്തം അടിച്ചുപൊളിയാണല്ലോ. ആദിയുടെ ഡാൻസ് കാണാൻ സൂപ്പർ ആയിട്ടുണ്ട്. ഹലോ ആദി. ഇവിടെ ആകെ സൂപ്പർ ആയിട്ടുണ്ടല്ലോ. ഇത് ബർത്ത്ഡേ ഫംഗ്ഷൻ തന്നെയല്ലേ? ഇത് ബർത്ത്ഡേ ഫംഗ്ഷൻ തന്നെയാ, പക്ഷെ DJ എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. ആദി, നീ ഒന്ന് പുറത്തോട്ട് വരുവോ? എന്താ ഋഷി? അങ്ങനെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. എന്നാ വാ, നമുക്ക് പുറത്തോട്ട് പോകാം. ഉടനെ കേക്ക് മുറിക്കാനുള്ള ടൈം ആകുന്ന പറഞ്ഞേ. കേക്കെല്ലാം മുറിക്കുന്നതിന് മുന്നേ നമ്മൾ തിരിച്ചെത്തും. എന്നാൽ വാ, വീടിന്റെ ബാക്കിൽ സ്ഥലമുണ്ട്, നമുക്ക് അങ്ങോട്ട് പോകാം. ഇനി പറ ഋഷി, എന്തിനാ എന്നെ പുറത്തോട്ട് വിളിച്ചേ? അത് പിന്നെ നീ എന്താ പറയുന്നേ? എനിക്കൊന്നും കേൾക്കുന്നില്ല ഋഷി. അല്ല, അത് ഞാൻ. പറയ് ഋഷി, എന്താ കാര്യം? ഞാൻ പറയാം. അല്ല, മക്കളെന്താ ഇവിടെ നിൽക്കുന്നേ? ചേടാ, ഇതാരാ? അല്ല, പാർട്ടി അകത്തല്ലേ? നിങ്ങൾ എന്താ ഇവിടെ നിൽക്കുന്നേ? അതൊന്നുമില്ല ആന്റി, ഞങ്ങള് വെറുതെ സംസാരിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതാ. മക്കൾ അകത്തോട്ട് വാ, കേക്ക് മുറിക്കാനായി. മോളെയും മോളുടെ ഉമ്മയും ആന്റിയും ഉടനെ തന്നെ എത്തില്ലേ? അവര് വൈകുന്നേരം കേക്ക് മുറിക്കുന്ന ടൈം ആകുമ്പോഴേക്ക് എത്തുന്ന പറഞ്ഞേ. എന്നാ നിങ്ങൾ വാ, വൈകിക്കണ്ട. അന്ന് ഞാൻ പറഞ്ഞതിന്റെ മറുപടി എന്താണെന്ന് അറിയാൻ വേണ്ടി ഇരുന്നതാ. ഇന്നത് നടക്കുന്നു തോന്നില്ലല്ലോ. ഋഷി, വാ, നമുക്ക് പോകാം. ശരിയടാ. ഫാത്തിമ, നീ എത്തിയോ? ബർത്ത്ഡേക്കാരൻ എവിടെ? അവനവന്റെ ഫ്രണ്ട്സിന്റെ കൂടെ നിൽക്കുന്നുണ്ട്. ഉമ്മ, നിങ്ങൾ എത്തിയാ? എവിടെ ആന്റി? എവിടെ ആന്റി? കുറച്ചുകൂടി കഴിഞ്ഞിട്ട് വരുന്ന പറഞ്ഞേ. ഇപ്പൊ തന്നെ കേക്ക് മുറിക്കാനായി. ഇനി ആന്റി എപ്പോ വരുവാ? ഉമ്മാക്ക് ഞാൻ ആൾക്കാരെല്ലാം പരിചയപ്പെടുത്തി തരാം. ഇതാണ് ഉണ്ണിയുടെ അമ്മ. നമസ്കാരം. എന്താ നേരത്തെ വരാഞ്ഞേ? വീട്ടിൽ കുറെ പണിയുണ്ടായിരുന്നു, അതാ വരാൻ വൈകിയേ. ഇതാണ് ഉണ്ണിയുടെ അമ്മമ്മ. ഇത് ദേവു ആന്റി. അതെന്താണ് നീ എനിക്ക് ദേവുവിനെ പരിചയപ്പെടുത്തി തരുന്നേ? എനിക്കെന്താ ദേവുവിനെ അറിയില്ലേ? അപ്പൊ ഞാൻ രമേശ് അങ്കിളിനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇതാണല്ലേ ദേവു, നിന്റെ ഹസ്ബൻഡ്. നിങ്ങളെ പറ്റി കേട്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാ കാണുന്നേ. ആഷിയുടെ ഒപ്പമല്ലേ പിറന്നാളിന്? നിങ്ങൾക്കറിയാലോ പോലീസിന്റെ എല്ലാം കാര്യം. ഇപ്പൊ തന്നെ ഓവർ ടൈം വർക്ക് ചെയ്യുന്നേ, അതുകൊണ്ട് നേരത്തെ വിടാനുള്ള ചാൻസ് കുറവാ. ഉമ്മ, നിങ്ങൾ ഉണ്ണിയുടെ അച്ഛനെ കണ്ടിട്ടില്ലല്ലോ? ശരിയാണല്ലോ, ഇവിടെ എല്ലാരെയും കണ്ടു, ഉണ്ണിയുടെ അച്ഛനെ മാത്രം കണ്ടില്ല. ഉണ്ണിയുടെ അച്ഛനല്ലേ നിങ്ങളുടെ ബാക്കിലല്ലേ? എന്റെ ബാക്കിലോ? ആഷി, നീ ഗിഫ്റ്റ് കൊണ്ട് ഉണ്ണി കൊടുത്തേ. ഉമ്മ. ഉണ്ണി, ഇതാ ഞാൻ നിനക്ക് കൊണ്ടുവന്ന ഗിഫ്റ്റ്. താങ്ക് യുടാ. ഉണ്ണിയുടെ അച്ഛൻ ബാക്കിലുണ്ടെന്നല്ലേ പറഞ്ഞേ? സുഭാഷോ? അല്ല, നിങ്ങളായിരുന്നു ആഷിക്കിന്റെ ഉമ്മ? എന്നാലും ഇത് ഇത്രയും നാൾ ഞാൻ അറിയാതെ പോയല്ലോ. അല്ല, ഇപ്പൊ റസിയ വരുന്നുണ്ടോ? വീണ്ടുള്ളൂ, ഞാൻ ഇപ്പൊ എന്താ പറയാ? റസിയയോ? റസിയക്ക് വയറുവേന. റസിയ അതുകൊണ്ട് വരൂല. അല്ല ഫാത്തിമ, നീയല്ലേ നേരത്തെ പറഞ്ഞ റസിയ കുറച്ചു കഴിഞ്ഞാൽ വരുന്നത്? ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലേ. അപ്പൊ റസിയ വരുന്നുണ്ടല്ലേ? അല്ല സുഭാഷ് ഏട്ടാ, നിങ്ങൾക്ക് പരസ്പരം അറിയോ? അറിയാം, പണ്ട് തൊട്ടേയുള്ള പരിചയം. അല്ല സുഭാഷ് ഏട്ടാ, കേക്ക് മുറിക്കണ്ടേ? കേക്ക് നമുക്ക് മുറിക്കാം, പക്ഷെ റസിയും കൂടി വരട്ടെ. അല്ല ഫാത്തിമ, നീ എങ്ങോട്ടാ പോന്നേ? ഞാൻ കുറച്ച് പോയിട്ട് ഇരിക്കട്ടെ, വല്ലാത്ത ക്ഷീണം. അതാ വലതുവശത്ത് കസേരകൾ നിർത്തിയിട്ടുണ്ട്, അവിടെ ഇരുന്നോ. താങ്ക് യു. എനിക്ക് എന്തിന്റെ കേടായിരുന്നു റബ്ബേ. വരുന്നില്ല എന്നവൾ എന്നോട് പറഞ്ഞതാ, എന്നിട്ട് ഞാനായിട്ട് അവളെ നിർബന്ധിച്ച്. ഇനി എന്തെല്ലാം സംഭവിക്കെന്റെ റബ്ബേ. എന്റെ ഇക്ക ഇതറിഞ്ഞാലൊരു ഭൂകമ്പം തന്നെ നടക്കൂ. കയ്യും കാലും വരച്ചിട്ട് വയ്യല്ലോ. എന്റെ പഠിച്ചവനെ, ഇനി നിങ്ങൾ എന്നെ കാത്തോളി. ഓള് വരാണ്ടിരിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? ഫോൺ വിളിച്ചിട്ട് വരണ്ടെന്ന് പറഞ്ഞാലോ? അതിന് അവക്ക് ഫോണും ഇല്ലല്ലോ. ഞാനിനി എന്താപ്പ ചെയ്യുക?
ഇവളെ കാണുന്നില്ലല്ലോ. കണ്ടു കഴിഞ്ഞാൽ ഉടനെ തിരിച്ചു വീട്ടിൽ പോകാൻ പറയണം. അതിനു മുമ്പേ ആരും പുറത്തോട്ടൊന്നും വരല്ലേ. ആ അവള് വരുന്നുണ്ടല്ലോ. റസിയ, നീ ഒരു കാര്യം ചെയ്തോ, നീ തിരിച്ചു വീട്ടിൽ പൊക്കോ. അതെന്താ ഇത്ത, കേക്ക് മുറിയെല്ലാം കഴിഞ്ഞോ? അവളോട് കഴിഞ്ഞോന്ന് പറയാം. ആ കേക്ക് മുറിയെല്ലാം നേരത്തെ കഴിഞ്ഞു. എന്നാ ഇത്തേയും വാ, നമുക്ക് ഒന്നിച്ചു പോകാം. പെട്ടല്ലോ. അത് പിന്നെ കുട്ടികൾക്ക് കുറച്ചു നേരം കൂടി ഇവിടെ നിൽക്കണം എന്ന് പറഞ്ഞു. ഞാൻ അവര് വരുമ്പോൾ അവരുടെ കൂടെ വരാം. എന്നാ പിന്നെ ഞാൻ ആ സമയത്ത് പോയാ പോരെ? ഞാൻ അകത്ത് കയറിയില്ലല്ലോ, അകത്ത് കയറി എല്ലാരും കാണുകയും ചെയ്യാലോ. നിന്നോട് പറഞ്ഞു വീട്ടിൽ പോകാൻ. മര്യാദക്ക് വേഗം വീട്ടിൽ പോകാൻ നോക്ക്. അല്ല ഇത്ത, ഇത്തല്ലേ എന്നോട് വരാൻ പറഞ്ഞേ? ആ ഞാൻ അങ്ങനെ പലതും പറയും. നീ ഇപ്പൊ പോകുന്നുണ്ടല്ലോ. ഫാത്തിമ, നീ എന്താ പുറത്ത് വെക്കുന്നേ? ഉയ്യ്, ഗീതയുടെ സൗണ്ട് അല്ലേ അത്? കൂടെയുള്ളതാരാ? ആ അതാണല്ലോ റസിയ. നിങ്ങൾ എന്താ പുറത്ത് വെക്കുന്നേ? വേഗം അകത്തേക്ക് വാ. എല്ലാരും നിങ്ങളെ നോക്കി വെക്കുന്ന. അത് പിന്നെ റസിയക്ക് എവിടെയോ കാര്യമായിട്ട് പോണം പോലും. എനിക്കെവിടെ പോകേ? അല്ല റസിയ, ഇവിടെ വരെ വന്നിട്ടൊന്ന് കേറാതെ പോകാനോ? ഫംഗ്ഷൻ എല്ലാം ഉടനെ കഴിയും. എവിടെയാ പോകണ്ടേന്ന് വെച്ചാൽ അത് കഴിഞ്ഞിട്ട് പോയാ പോരെ. ഇനിയിപ്പോ ലേറ്റ് ആവുന്നതാണ് പേടിയെങ്കിൽ എന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞാൽ മതി, കാറി കൊണ്ടാക്കിക്കോളും. അയ്യോ അതൊന്നും വേണ്ടേ. എന്നാ ഒന്ന് വാ റസിയ, എല്ലാരും കാത്തു വെക്കുന്നല്ലേ. അല്ല ഇത്ത, ഞാനെന്താ ഇപ്പൊ വേണ്ടേ? നീ വന്നോ, വരാനുള്ളതൊന്നും വഴി തങ്ങൂലെന്നല്ലേ. അല്ല ഇത്ത, ഇത്ത എന്താ ഇപ്പൊ പറഞ്ഞേ? നീ ഇപ്പൊ അകത്ത് കയറുമല്ലോ, അപ്പൊ നിനക്ക് മനസ്സിലായിക്കോളും. രണ്ടാളും വേഗം വന്നാട്ടെ. റസിയ, നീ നടക്ക്. ഇവിടെ ഇത് എന്തെല്ലാം സംഭവിക്കുന്നേ? ഇത് കൊറേ ആളുണ്ടല്ലോ. ഏയ് അങ്ങനെ കുറെ ആൾക്കാരൊന്നും ഇല്ല. കുടുംബക്കാരും പിന്നെ മോന്റെ കുറച്ച് ഫ്രണ്ട്സും നിങ്ങൾ മാത്രമേ ഉള്ളൂ. ആ ആന്റി, ആന്റി എന്താ ലേറ്റ് ആയേ? നമ്മള് ലേറ്റ് ആണെങ്കിൽ എന്താടാ, ലേറ്റസ്റ്റ് ആയിട്ട് വന്നില്ലേ? ആ വന്ന് എന്നാ ആന്റി എല്ലാരോടും സംസാരിച്ചോ? ഞാൻ എന്റെ ഫ്രണ്ട്സിനോട് സംസാരിക്കട്ടെ. ഓ, ഉത്തരവ് കാരണവരെ. അല്ല റസിയ, റസിയ എന്റെ ഹസ്ബൻഡിനെ കണ്ടില്ലല്ലോ. ഇല്ല, കണ്ടില്ല. എന്റെ ഹസ്ബൻഡിനെ റസിയനെ അറിയാന്ന് പറഞ്ഞേ. പോരാത്തതിന് ഫാത്തിമയുടെ ഹസ്ബൻഡിനെ എല്ലാരും അറിയാത്രേ. അതെയോ? ആ നിങ്ങൾ പഴയ നാട്ടുകാരായിരുന്നു എന്ന് പറഞ്ഞേ. അല്ല, എന്നിട്ട് എവിടെ ഹസ്ബൻഡ്? റസിയുടെ ബാക്കിൽ തന്നെ ഉണ്ടല്ലോ. ഇവിടെയൊന്നും ആരില്ലല്ലോ. അല്ല റസിയന്റെ ബാക്കില്. സുഭാഷ് ഏട്ടൻ? അതന്നെ. അപ്പൊ റസിയക്ക് പേരെല്ലാം അറിയാല്ലേ? അറിയാം. സുഭാഷ് ഏട്ടാ, ഒന്നിങ്ങ വന്നേ. ഇതാ റസിയ വന്നിട്ടുണ്ട്. ഈ പെണ്ണും പിള്ളക്ക് ഇത് എന്തിന്റെ കേടാന്ന് വിളിച്ചു കാണിച്ചു കൊടുക്കേ. റസിയ വന്നിട്ടുണ്ടെന്നോ? റസിയക്ക് സുഖല്ലേ? എന്നെ ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. അല്ല റസിയയുടെ ഹസ്ബൻഡ് വന്നില്ലേ? പിന്നെ കല്യാണം കഴിയാൻ ഹസ്ബൻഡ് ഉണ്ടാവുക? അല്ല, ഫാത്തിമ ഇപ്പൊ എന്താ പറഞ്ഞേ? ഓള് കല്യാണം ഒന്നും കഴിച്ചിട്ടില്ല. എന്ത്, റസിയ കല്യാണം കഴിച്ചിട്ടില്ലെന്നോ? അല്ല, അതിനെന്തിനാ സുഭാഷിനെ ഇട്ടുന്നേ? സുഭാഷിന് ഇതെല്ലാം നേരത്തെ അറിയില്ലായിരുന്നോ? എനിക്കിതൊന്നും അറിയില്ലായിരുന്നു. എന്റെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞായിരുന്നല്ലോ ഇവളുടെ നിശ്ചയം കഴിഞ്ഞു, ഉടനെ തന്നെ കല്യാണം ഉണ്ടെന്ന്. അല്ലേട്ടാ, എന്തു പറ്റി? ഒന്നുമില്ല ഗീതേ. നോക്ക്, നീ വിഷമിക്കൊന്നും വേണ്ട. ഇവിടെ സുഭാഷിനെ കണ്ടോണ്ടാ ഞാൻ നിന്നോട് വരണ്ടെന്ന് പറഞ്ഞേ. എനിക്ക് മനസ്സിലായി ഇത്ത, എനിക്കൊന്ന് വീട്ടിൽ പോയാ മതി. എനിക്കും വേണം നല്ല ക്രീമുള്ള ഭാഗം. ഉണ്ണി വാ, എന്നെ നമുക്ക് കേക്ക് മുറിക്കാം. സുഭാഷ് ഏട്ടാ, ഏട്ടനും വാ. ഗീതേ, നീ മോന്റെ കൂടെ കേക്ക് മുറിച്ചാ മതി. അല്ല ഏട്ടാ, സാധാരണ നമ്മൾ രണ്ടാളും കൂടിയിട്ടല്ലേ കേക്ക് മുറിക്കലേ. അത് സാരമില്ല ഗീതേ, മോന്റെ പിറന്നാളല്ലേ, നീയാന്ന് മോന്റെ കൂടെ കേക്ക് മുറിക്കണ്ടേ. അതിന് നിനക്ക് വൃത്തിക്ക് കേക്ക് മുറിക്കാൻ അറിയില്ലല്ലോ. അതല്ലേ എനിക്കറിയാം. അമ്മ നോക്കിക്കോ, ഞാൻ നല്ല ക്ലീൻ ആയിട്ട് കേക്ക് മുറിക്കും. എന്നാ മോൻ മുറിച്ചോ. ഇതാ അമ്മേ, ആദ്യം അമ്മ എടുക്ക്. അച്ഛൻ വാ. ഇതാ അച്ഛനെ. ഇനി അമ്മൂമ്മ വാ. എല്ലാരും അവരവരുടെ കേക്ക് തന്ന സ്ഥിതിക്ക് ഈ കേക്ക് ഞാൻ എടുക്കുക. ഇതെനിക്ക് വേണം. നിങ്ങൾ ഇതെനിക്ക് തന്നേ പറ്റൂ. ചേടാ, കേക്ക് മുറിച്ചിട്ട് ചളിയടിക്കാന്ന് വിചാരിച്ചപ്പോ ആരും മൈൻഡാക്കുന്നില്ലല്ലോ. എന്നാ എല്ലാരും വാ, നമുക്ക് ഭക്ഷണം കഴിക്കാം. കേക്കെല്ലാം മുറിച്ചു കഴിഞ്ഞല്ലോ. കേക്ക് മുറിച്ചു കഴിഞ്ഞപ്പോ പറഞ്ഞാൽ വിലയില്ല. എന്തെങ്കിലും ആവട്ടെ. ഹായ്, നല്ല സൂപ്പർ കേക്ക്. അല്ലെങ്കിൽ സെലക്ട് ചെയ്ത ആരാ? റസിയല്ലേ ഇവിടെ തനിച്ചിരിക്കുന്നേ? റസിയ? സുഭാഷ് ഏട്ടനോ? റസിയ, എനിക്ക് സത്യമായിട്ട് അറിയില്ലായിരുന്നു നീ കല്യാണം കഴിക്കാത്ത കാര്യം. അതൊക്കെ പഴയ കാര്യങ്ങളല്ലേ, ഇനി അത് പറയേണ്ട ആവശ്യമില്ലല്ലോ. റസിയ കല്യാണം കഴിക്കാത്തതിന് കാരണം ഞാനാണോ? ഇവരെന്താ ഇവിടെ നിന്ന് സംസാരിക്കുന്നേ? റസിയ, ഒന്ന് പറയേ റസിയ, നീ കല്യാണം കഴിക്കാതിരിക്കുന്നതിന് കാരണം ഞാനാണോ? എന്തെല്ലാം ഇവിടെ ഇറക്കുന്നേ? ഇത് എവിടം വരെ പോകുന്നു ഞാനൊന്ന് കാണട്ടെ. ഇവരെ കാണാതെ മാറി വെക്കാം. അങ്ങനെ ചോദിച്ചാൽ എനിക്കറിയില്ല എന്ത് പറയണമെന്ന്. റസിയ, നീ വേറൊരാളെ കല്യാണം കഴിക്കാൻ നിൽക്കുന്നു അറിഞ്ഞോണ്ടാ ഞാൻ വേറെ കല്യാണം കഴിച്ചേ. എന്തായാലും നടക്കാനുള്ളത് നടന്നു, ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. മാത്രവുമല്ല, ഞാനതൊക്കെ വിട്ടു. പിന്നെ ഇന്ന് കണ്ടപ്പോൾ ഉണ്ണിയുടെ അച്ഛനാണെന്ന് അറിഞ്ഞപ്പോൾ ഒന്ന് ഷോക്കായി, അത്രേ ഉള്ളൂ. റസിയ, നിനക്കൊരു കല്യാണം കഴിച്ചൂടെ? നീ ഇങ്ങനെ സിംഗിളായി നിൽക്കുന്നത് കാണുമ്പോൾ എനിക്ക് എന്തൊരു കുറ്റബോധം. അതൊന്നും എന്നെ കൊണ്ട് കഴിയില്ല. എന്നാ ശരി, ഞാൻ പോട്ടെ. എവിടെയോ ഉണ്ട്, ഞാൻ പോയി നോക്കട്ടെ. എന്നാലും ഞാൻ എന്തൊരു ദുഷ്ടനാണ്. അവളെ പറ്റി അറിഞ്ഞ കാര്യങ്ങൾ സത്യമാണോ എന്ന് പോലും അന്വേഷിക്കാതെ വേറെ കല്യാണം കഴിക്കാൻ നിന്നിരിക്കുന്നു. പാവ റസിയ. അപ്പൊ ഇങ്ങയുടെ എക്സ് ആയിരുന്നല്ലേ അവള്? അവൾക്കിപ്പോൾ ഇയാളോട് താല്പര്യമൊന്നുമില്ലാന്ന് തോന്നുന്നു. എന്നാലും അവളിങ്ങനെ സിംഗിളായി നടക്കുന്നത് അത്ര ശരിയല്ല. വേഗം അവളെ കൊണ്ട് എങ്ങനെയെങ്കിലും ഒരു കല്യാണം കഴിപ്പിക്കണം. സുഭാഷ് ഏട്ടന് അവളോട് ഇപ്പോഴും എന്തോ സെന്റിമെന്റ്സ് ഉണ്ട്. ഞാൻ എന്തായാലും ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞതായി ഭാവിക്കാൻ പോകുന്നില്ല.
ഫംഗ്ഷനൊക്കെ നല്ല ഗംഭീരമായിട്ട് തന്നെ നടക്കുന്നുണ്ടല്ലോ ചേച്ചി. സുഭാഷ് ഏട്ടനെ സമ്മതിച്ചാൽ മതിയാകൂ. എത്ര ഭംഗിയായിട്ട് ഓരോന്ന് അറേഞ്ച് ചെയ്തിരിക്കുന്നേ. നീ പറഞ്ഞ ശരിയാ. വീട്ടിൽ എന്ത് ഫംഗ്ഷൻ ആയാലും അതെല്ലാം നോക്കി നടത്തുന്നത് സുഭാഷ് ഏട്ടൻ തന്നെയാ. നിങ്ങൾ എവിടെ ഉണ്ടല്ലോ, ഞാൻ നിങ്ങളെ നോക്കി നടക്കുമായിരുന്നു. എന്താ റസിയ, എന്താ കാര്യം? ഞാനിന്ന് ഇറങ്ങുന്നേ. അല്ല, അതിന് റസിയ ഫുഡൊന്നും കഴിച്ചില്ലല്ലോ. ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങാം. ഫുഡൊന്നും വേണ്ട, എനിക്ക് പോയിട്ട് കുറച്ച് തിരക്കുണ്ട്, അതുകൊണ്ടാ. ദേവു, നീ നിർബന്ധിക്കൊന്നും വേണ്ട. റസിയ ആദ്യം തന്നെ പറഞ്ഞായിരുന്നല്ലോ അവൾക്ക് എവിടെയോ പോകാനുണ്ടെന്ന്. ഫാത്തിമയെ റസിയുടെ കൂടെ പോകുന്നുണ്ടോ? ഇല്ല, ഇത്ത കുട്ടികളുടെ കൂടെ വരൂ. എന്നാൽ റസിയ വീട്ടിൽ പോയി ഫുഡൊന്നും കഴിക്കാൻ നിൽക്കണ്ട. ഞാൻ ഫാത്തിമയുടെ കൈവശം റസിയക്കും റസിയുടെ ഇക്കാക്കുള്ള ഫുഡ് കൊടുത്തുവിടാം. അതിന്റെ ഒന്നും ആവശ്യമില്ലെന്നേ. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. ഇവിടുന്നോ കഴിക്കുന്നില്ല, എന്നാ പിന്നെ വീട്ടിൽ നിന്നെങ്കിലും കഴിച്ചൂടെ? എന്നാ അങ്ങനെ ആവട്ടെ, ഞാനിന്ന് ഇറങ്ങുന്നേ. ഞാൻ ഇന്ന് ഇറങ്ങട്ടെ. ശരി റസിയ. സമാധാനായി, അവളിപ്പോ തന്നെ പോവല്ലോ. എന്നാൽ ഈ റസിയയുടെ ഒരു കാര്യം, അവൾക്ക് ഇവിടുന്ന് ഫുഡെല്ലാം കഴിച്ച് സാവധാനം പോയാൽ പോരായിരുന്നോ? ആരോ വന്നിട്ടുണ്ടല്ലോ. അല്ല, ആരത്? സീമേച്ചിയോ? നമ്മളെയൊക്കെ അപ്പൊ ഓർമ്മയുണ്ടല്ലേ? ഓർമ്മയില്ലാണ്ട് ചേച്ചി എന്താ ലേറ്റ് ആയേ? സീമേച്ചി കേക്ക് മുറിയെല്ലാം കഴിഞ്ഞു, ചേച്ചി എന്താ വരാൻ ലേറ്റ് ആയേ? അല്ല, കേക്ക് മുറി കഴിഞ്ഞെന്നോ? നീ കുറച്ചു മുമ്പ് കഴിഞ്ഞേ. ഞങ്ങളിപ്പോ എല്ലാവർക്കും ഫുഡ് കൊടുക്കാൻ വേണ്ടി തുടങ്ങാൻ പോകുകയായിരുന്നു. അല്ല ഗീത, നിനക്കറിയില്ലായിരുന്നോ ഞാൻ വരുന്ന കാര്യം? അല്ല ചേച്ചി വരാൻ ലേറ്റ് ആയപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ചേച്ചി വരുന്നുണ്ടാവില്ല എന്ന്. അതങ്ങനെയുണ്ടാവും, എനിക്കറിയാം. നിനക്കിപ്പോ ഞങ്ങളെയൊന്നും വേണ്ടല്ലോ, നിന്റെ കുടുംബക്കാരെ മാത്രം മതിയല്ലോ. ചേച്ചി എന്തൊക്കെയാ പറയുന്നേ? അല്ലെങ്കിൽ നിങ്ങൾ ഞാൻ വരുന്നതിന് മുന്നേ തന്നെ കേക്ക് മുറിക്കാൻ നിൽക്കുമായിരുന്നോ? ചേച്ചി, ഞങ്ങൾ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടല്ല. ഇവിടെ കുറെ ആളുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവരെ എങ്ങനെ കേക്ക് മുറിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യിക്കുക. കൺമണി മോളെന്താ വന്നിട്ട് അകത്ത് കയറാഞ്ഞേ? ഉണ്ണിയേട്ടനകത്തുണ്ട് കേട്ടോ, മോൾ അങ്ങോട്ടേക്ക് പോയിക്കോ. ചേച്ചി നമുക്ക് അകത്തിരിക്കാം. എന്നാലും എന്റെ അനിയൻ സുഭാഷിന് പോലും തോന്നിയില്ലല്ലോ ഈ ചേച്ചിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ. ചേച്ചി എന്തായാലും വന്നല്ലോ, ചേച്ചി കുഞ്ഞെ കണ്ടേ. എനിക്ക് പിണക്കം നിങ്ങളോട് മാത്രമാണ്. അവൻ കുഞ്ഞല്ലേ, അവനോട് എന്തിനാ എനിക്ക് പിണക്കം? അയ്യോ ചേച്ചി, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചു പറഞ്ഞല്ല. ഉദ്ദേശിച്ചതല്ല, എനിക്ക് മനസ്സിലായി. ചേച്ചി വാ, നമുക്ക് പോയി ചേച്ചിക്ക് മോക്കും കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. ചേച്ചി, ഞങ്ങൾ അടുക്കളയിൽ പോയിട്ട് ജ്യൂസ് എടുത്തിട്ട് തരാം. കൺമണി മോളെ, മോക്ക് കേക്ക് വേണ്ടേ? ആന്റി മോക്ക് കുറെ കേക്ക് എടുത്ത് തരാം കേട്ടോ. വാ ചേച്ചി, നമുക്ക് അടുക്കളയിൽ പോവാം. അവരറിഞ്ഞോണ്ട് തന്നെ എന്നെ കാത്തിരിക്കാഞ്ഞേ, അതെനിക്ക് ഉറപ്പാ. ചേച്ചി, സീതേച്ചി നല്ല കളിപ്പിലാണല്ലോ. അത് സ്ഥിരമുള്ള പരിപാടിയല്ലേ, നീ അതൊന്നും കാര്യമാക്കാൻ നിൽക്കണ്ട. ചെക്കന്റെ കാര്യം തന്നെ നോക്കിയാട്ടെ. നമ്മളിവിടെ വന്നിട്ട് എത്ര നേരമായി, എന്നിട്ട് അവൻ ഇങ്ങോട്ട് നമ്മളെ കാണാൻ വന്നോ? അവനെ പറഞ്ഞിട്ട് എന്താ കാര്യം? അവന്റെ അച്ഛനും വന്നിട്ടില്ലല്ലോ. നീ എന്തെങ്കിലും ചെയ്. ആദ്യം ഞാനൊരു കാര്യം നിന്നോട് നേരത്തെ ചോദിക്കണം എന്ന് വിചാരിച്ചതാ. നീ ആദ്യം വേറെ ഡ്രസ്സല്ലായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നേ? അതെ, പക്ഷെ ആ ഡ്രസ്സ് എനിക്ക് മാറ്റേണ്ടി വന്നു. അപ്പോൾ നിന്റെ കയ്യിൽ വേറെ ഡ്രസ്സ് ഉണ്ടായിരുന്നോ? എന്റെ അനിയനെ നിനക്കറിയില്ലേ, അവന്റെ ബാഗിൽ എപ്പോഴും ഒരു ബാഗ് ഉണ്ടാവില്ലേ? അതെ, ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവന് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ആ ബാഗിനകത്ത് അവൻ വെക്കാറുണ്ട്. അവന്റെ ഒരു ജോഡി ഡ്രസ്സ് വെക്കുന്ന കൂട്ടത്തിൽ തന്നെ അവൻ എന്റെയും ഒരു ജോഡി ഡ്രസ്സ് ആ ബാഗിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കൊള്ളാലോ, അവൻ പാർട്ടിക്ക് വരുമ്പോ ഡ്രസ്സെല്ലാം എടുത്തിട്ടാണ് വന്നേ. ഡ്രസ്സ് മാത്രമല്ല, അവൻ ആ ബാഗിനകത്ത് വേറെ സാധനങ്ങൾ കരുതാറുണ്ട്. അതെന്തൊക്കെയാ? ഞാൻ പറയാം. 500ന്റെ ഒരു നോട്ട്, 200ന്റെ ഒരു നോട്ടും, 50ന്റെ ഒരു നോട്ട്, 20 രൂപയുടെ ഒരു നോട്ട്, 10 രൂപയുടെ ഒരു നോട്ടും, 5 രൂപയുടെ ചില്ലറ, 2ന്റെ ചില്ലറ, പിന്നെ 1ന്റെയും. അവൻ ഭയങ്കര റിച്ച് അല്ലേ? അതങ്ങനെയല്ല, അതവൻ എമർജൻസിക്ക് വേണ്ടി സൂക്ഷിച്ചു വെക്കുന്നയാ. അഥവാ പുറത്തൊക്കെ പോകുമ്പോൾ എന്തെങ്കിലും ആവശ്യം വന്നാലോ. ആഷിക്കിന്റെ ബാഗിനകത്ത് അപ്പോൾ പൈസയും ഡ്രസ്സുമാണ് ഉണ്ടാവാറ്. അത് മാത്രമല്ല, ഒരു ബ്രഷ് ഉണ്ടാകും, പേസ്റ്റ് ഉണ്ടാകും, ഒരു കുപ്പി വെള്ളം ഉണ്ടാവും, പിന്നെ കഴിക്കാൻ എന്തെങ്കിലും. പിന്നെ അവന്റെ ബാഗിൽ ഒരു സാധനം കൂടി ഉണ്ടാവും. അതെന്താ ചേച്ചി? ഒരു കയറ്. കയറോ? എന്തിന്? അച്ഛൻ പോലീസിലായതുകൊണ്ട് എവിടെയെങ്കിലും അകപ്പെട്ടു പോയി കഴിഞ്ഞാൽ രക്ഷപ്പെടാനുള്ള മാർഗങ്ങളൊക്കെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഞാനത് മൊത്തം തിയറിയായി കേട്ടോണ്ടിരുന്നാണെങ്കിലും അവനത് മൊത്തം പ്രാക്ടിക്കലായി ചെയ്തോണ്ടിരിക്കുക. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അവന്റെ ബാഗ് തുറന്നു കഴിഞ്ഞാൽ ഡോറയുടെ ബാഗ് തുറക്കുന്ന പോലെയാണല്ലേ? അത് കൊള്ളാലോ. അവനെ നമുക്ക് ഇനി മുതൽ ഡോറ എന്ന് വിളിച്ചാലോ? ഡോറ ഗേള്, ഡോറൻ ബോയ്. കൊള്ളാലോ. അപ്പൊ ആഷിക്കിന്റെ പേര് ഫിക്സ് ആയി. എന്റെ പൊന്നു മോളെ, ഞാനാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നേന്ന് അവനോട് പറയല്ലേ? ഇല്ല ചേച്ചി, ഞങ്ങൾ പറയില്ല. അല്ല മക്കളെ, ബാക്കിയുള്ളവരുടെ? അവര് കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാന്ന് പറഞ്ഞു ആന്റി. അല്ല, പിറന്നാളുകാരനും വന്നില്ലേ? ഇല്ല, അവനും ആഷിക്കും ഒന്നിച്ചിരിക്കാന്ന് പറഞ്ഞേ. ഞാൻ മക്കൾക്ക് ഫുഡ് എടുത്തിട്ട് വരാം കേട്ടോ. പൊന്നു, നീ ഇപ്പൊ തന്നെ പോകുന്നുണ്ടോ? എനിക്ക് ഉടനെ പോണം. അമ്മ എന്നോട് കേക്ക് മുറിച്ച് പാടി ചെല്ലണമെന്ന് പറഞ്ഞ, എന്നിട്ടും ഇത്ര നേരമായി. അല്ല, നീ ഇപ്പൊ പോകുന്നുണ്ടോ? എനിക്ക് വേഗം പോണം. വൈകുന്നേരം ഒരു ഔട്ടിംഗ് ഉള്ളതാ. ആദ്യം നീ ഇപ്പൊ പോകുന്നുണ്ടോ? എന്റെ ഉമ്മ പോകുമ്പോ ഞാനും പോകും. ഇതാ മക്കളെ ഫുഡ്, ഫുള്ള് കഴിക്കണേ. നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ എന്നെയോ ഗീതേച്ചിനെ വിളിച്ചാൽ മതി കേട്ടോ. അങ്ങനെ നിനക്ക് 7 വയസ്സായി. ഞാൻ വലിയ കുട്ടിയായി. നിന്നെക്കാൾ 4 മാസം മുന്നേ തന്നെ എനിക്ക് 7 വയസ്സായി. അപ്പൊ നിന്നെക്കാൾ വലുത് ഞാനല്ലേ? അയ്യോ കൺമണി, ഹായ്, നല്ല സുന്ദരി വാവ. ആഷിക്കേ, നീ എന്തെങ്കിലും കഴിച്ചോ? ഇല്ല, നമ്മൾ ഒന്നിച്ച് കഴിക്കാന്നല്ലേ പറഞ്ഞേ. എന്നാ ഇനി ഒന്നും നോക്കണ്ട, നമുക്കൊന്നും കിട്ടില്ല. അതെന്താടാ, ഭക്ഷണം തീർന്നു പോയോ? നീ ഇപ്പൊ കുറച്ചു മുമ്പ് സുന്ദരി വാവെന്ന് പറഞ്ഞ കുട്ടിയില്ലേ, അവളാണ് കൺമണി, എന്റെ കസിൻ. അവള് വന്നില്ലേ, ഇനി നമുക്കൊന്നും കിട്ടില്ല. എടാ, നീ ഒന്ന് കാര്യം തെളിച്ചു പറ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിനക്ക് മനസ്സിലായില്ല? എടാ, വരുന്ന സാധനത്തിന്റെ വയറ്റിലെ കൊക്കപ്പുഴുവിന്റെ ഫാമിലി അടക്കം താമസിക്കുന്നുണ്ട്. ഒന്ന് പോവുണ്ടി, നീ എന്തിനാ വെറുതെ ആ കുട്ടിനെ പറ്റി പറയുന്നത്? എടാ, അവള് കുറച്ച് തടിച്ചിരിക്കുന്നു വിചാരിച്ചിട്ട് നീ അവള് ബോഡി ഷേം ചെയ്യുന്നത് ഭയങ്കര മോശം കേട്ടോ. എന്റെ പൊന്നോ, ഞാൻ ബോഡി ഷേമിങ് ചെയ്തതല്ല. നീ അവളെ കഴിക്കുന്നത് കണ്ടിട്ടില്ലല്ലോ. ഇവളെ കഴിക്കാൻ കയറി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളവർക്ക് ഒന്നും ഉണ്ടാവില്ല. അത് ഉറപ്പുള്ള കാര്യ. നീ ഇങ്ങനെ ചുമ്മാ ഓരോന്ന് പറയാതെ, പാവം കുട്ടി. ഉണ്ണിയേട്ടന്റെ കൂടെ ഇല്ലാരാ? ഇതെന്റെ ഫ്രണ്ടാ മോളെ. അതെന്താ ഉണ്ണിയേട്ടന് ഞാനല്ലാതെ വേറെ ഫ്രണ്ട്? വേണ്ട, ഉണ്ണിയേട്ടന് വേറെ ഫ്രണ്ട് വേണ്ട.
എടാ ഉണ്ണി ഇതെന്താ ഇങ്ങനെ? ആ എനിക്കറിയില്ലടാ. ഉണ്ണിയേട്ടൻ പറ, ഉണ്ണിയേട്ടന് ഞാൻ മാത്രമേ ഫ്രണ്ട് ഉള്ളൂ. എന്തെന്ന്? ഉണ്ണിയേട്ടന്റെ ഫ്രണ്ട് ഞാനല്ലേ, ഉണ്ണിയേട്ടന് വേറെ ഫ്രണ്ട് വേണ്ട. എടാ ഇതെന്താടാ ഇങ്ങനെ? നീ ഒരു കാര്യം ചെയ്യ്, അവളോട് പറ നീ അവളുടെ മാത്രം ഫ്രണ്ടാന്ന്. എങ്ങനെയെങ്കിലും അതിനൊന്ന് ഒഴിവാക്കി വിടറാ. അങ്ങനെ ചെയ്യാലേ? കൺമണി മോളെ നോക്കിയേ. എന്താ ഉണ്ണിയേട്ടാ? ഉണ്ണിയേട്ടൻ മോളുടെ മാത്രം ഫ്രണ്ടാ കേട്ടോ. സത്യായിട്ടും? ആ മോളെ ഞാൻ മോളുടെ മാത്രം ഫ്രണ്ടാ. കേട്ടോടാ ഉണ്ടക്കണ്ട, ഏട്ടൻ എന്റെ മാത്രം ഫ്രണ്ടാ. ഇറങ്ങി പോടാ. അല്ലടാ ഇതെന്താ സംഭവം? എടി ഉണ്ടപ്പക്രു, ഞാൻ ഇവിടെ തന്നെ ഇരിക്കും. നിനക്കെന്താ പ്രശ്നം? എന്റെ ഉണ്ണിയേട്ടൻ്റെ കൂടെ നീ ഇരിക്കണ്ട, ഇറങ്ങി പോടാ. ഡാ ഉണ്ണി, എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്, ഞാൻ പറഞ്ഞേക്കാം. ആ മക്കൾ ഇവിടെ ഉണ്ടായിരുന്നല്ലേ? വാ മക്കളെ, ഭക്ഷണം കഴിക്കാലോ. അല്ല ഇതെന്താ എല്ലാരും ദേഷ്യം പിടിച്ചോൾ നിൽക്കുന്നേ? ആന്റി ഉണ്ടക്കണ്ട നിന്നെ ഉണ്ടപ്പക്രു എന്ന് വിളിച്ചേ. ആരാ എന്റെ കുഞ്ഞിനുണ്ട പക്രൂന്ന് വിളിച്ചേ? ആന്റി ഞാനാ വിളിച്ചേ. ഇനി എന്റെ കുഞ്ഞിനുണ്ട പക്രൂന്നൊന്നും വിളിക്കരുത് കേട്ടോ. ആ ആന്റി. മോള് വാ, മോക്ക് വിശക്കുന്നില്ലേ? ആ ഉണ്ട്, മോക്ക് വിശക്കുന്നുണ്ട്. മോളെ ഉണ്ണിയേട്ടനോട് കഴിക്കാം. ആ എന്നാ എല്ലാരും വാ, എല്ലാവർക്കും ഭക്ഷണം വിളമ്പിച്ചിട്ടുണ്ട്. അല്ല മോനെ, മോനെ എന്തിനാ അവളുണ്ട് പക്രൂന്ന് വിളിച്ചേ? അത് എന്നോട് റൂമിൽ നിന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞിട്ടാ ആന്റി. അവൾക്ക് ലേശ് കൊടുത്തേക്കേടുള്ളതാ, അതുകൊണ്ട് മോനെ അത് കാര്യാക്കണ്ട കേട്ടോ. ആ ആന്റി ശരി. നിങ്ങൾ വാ, നിങ്ങളുടെ ഭക്ഷണം തണുത്തു പോകും. അല്ല ആന്റി, ആന്റി കഴിച്ചോ? ഞങ്ങൾ എല്ലാരും കഴിച്ചു. ഇനി നിങ്ങൾ മൂന്നാൾ മാത്രമേ കഴിക്കാൻ ബാക്കിയുള്ളൂ. അപ്പം ബാക്കി എല്ലാരും അവരവരുടെ കാര്യം സേഫ് ആക്കിയല്ലേ? ഗീതേച്ചി ഞങ്ങളോട് പറഞ്ഞു നേരത്തെ തന്നെ കഴിച്ചോളെ. അമ്മയ്ക്കറിയാം ലേറ്റ് ആയി പോയാൽ ഭക്ഷണം ഒന്നും കിട്ടില്ലാന്ന്. അപ്പൊ നീ നേരത്തെ പറഞ്ഞ കാര്യം ഉള്ളത് തന്നെയാ? നീ ഇപ്പൊ നേരിട്ടാണല്ലോ. അല്ല മക്കളെ, നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ വരുന്നില്ലേ? ഞങ്ങൾക്ക് ഫുഡ് ഇവിടെ തന്നാ മതി ആന്റി. ആ ശരി, പക്ഷെ സോഫയൊന്നും വൃത്തിയാക്കാൻ പാടില്ല. കൺമണി കേട്ടുള്ള സോഫയൊന്നും വൃത്തിയാക്കാൻ പാടില്ല. അത് ഞാൻ വൃത്തിയാക്കാറില്ലല്ലോ. ഞാൻ പോയി നിങ്ങളുടെ ഫുഡ് എടുത്തിട്ട് വരാം. ഇതിന് കളയാം. ഇത് ഇത്ര പെട്ടെന്ന് തീർന്നോ? ആന്റി എനിക്ക് ഇനി വേണം. ഇതാ മോളെ. ആന്റി എന്റെ കഴിഞ്ഞു. അല്ല കഴിഞ്ഞൂന്നോ? ഞാനിപ്പോ പാത്രം കൊടുത്തിട്ട് തിരിഞ്ഞല്ലേ ഉള്ളൂ. ആന്റി എനിക്ക് ഇനി വേണം. എടാ നീ നേരത്തെ പറഞ്ഞ ശരി തന്നെയാണല്ലേ? ഞാനിപ്പോ എടുത്തിട്ട് വരാം. അല്ല ഇതെന്തെല്ലാം സംഭവിക്കുന്നത്? ഞാനൊന്ന് തിരിഞ്ഞപ്പോഴേക്ക് ഇത് മൊത്തം തീർന്നോ? എടാ ഉണ്ണി നീ ഒന്ന് നോക്കിക്കേ. നമ്മൾ ഒരു ബിരിയാണി കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കുള്ള 5 ബിരിയാണി കഴിച്ചല്ലോ. ആ എല്ലാരും മിടുക്കന്മാരെ കഴിച്ചല്ലോ. എല്ലാരും കഴിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് ഞാൻ പായസം എടുക്കട്ടെ? അയ്യോ ആന്റി എനിക്ക് പായസം വേണ്ട, വയറ് നിറഞ്ഞു പൊട്ടാറായി. എനിക്കും പായസം വേണ്ട, കുറച്ച് വെള്ളം മതി. ആന്റി ഇവർക്കൊന്നും പായസം വേണ്ടെങ്കിൽ ഇവരുടെ പായസം കൂടി എനിക്ക് തരുമോ? എന്നാൽ ശരി, ഞങ്ങൾ ഇറങ്ങുന്നേ. ഉണ്ണി നമുക്ക് നാളെ കാണാം. അല്ല ഞങ്ങൾ പോകുന്നോണ്ടാണ് എല്ലാരും പുറത്തു നിൽക്കുന്നത്. ഞങ്ങൾക്ക് ഇത്ര വലിയ യാത്രയൊന്നും വേണ്ട കേട്ടോ. നീ ഒന്നും മിണ്ടാതിരിക്കുവണ്ണേ, ഞങ്ങളിപ്പോ ഇറങ്ങാൻ പോവുകയാ. ഇന്ന് ലീവാക്കിയത് കൊണ്ട് എന്തായാലും നാളെ ഡ്യൂട്ടിക്ക് വരണം. എന്നാ ശരിയേ, പിന്നെ കാണാം. ഞാനൊരു ദിവസം അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. ഓ അതിനെന്താ, തീർച്ചയായും വന്നോളൂ. എന്നാൽ ശരി, ഞങ്ങൾ പോകുന്നേ. മക്കളെ വേഗം വന്നാട്ടെ, ഉപ്പ ഇപ്പൊ വരും. ചേച്ചി ഞങ്ങളിപ്പോ ഇറങ്ങാൻ പോവുകയാ. ചേച്ചി മോൾ ഞങ്ങളുടെ കൂടെ തന്നെ വന്നോ? ആ നിങ്ങൾ എന്റെ വീട്ടിൽ കൊണ്ടിറക്കില്ലേ? ആ ചേച്ചി, ചേച്ചിനെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് പോകും. ആ പിന്നെ കൺമണി മോളെ രാജ്യത്തേക്ക് ഇവിടെ ഉണ്ടാവേ. അല്ല ചേച്ചി, അപ്പൊ ചേച്ചി പോകുമ്പോ കൺമണി മോളെ കൂട്ടുന്നില്ലേ? മോക്ക് ഒരേ നിർബന്ധം ആ കുഞ്ഞേട്ടൻ്റെ കൂടെ നിൽക്കണമെന്ന്. അല്ല ചേച്ചി, കൺമണി മോക്ക് അംഗൻവാടിയല്ലേ ഉള്ളതല്ലേ? ഓ അതിനെന്താ, അംഗൻവാടിയല്ലേ, IAS ഒന്നല്ലല്ലോ. അല്ല ചേച്ചി, ചേച്ചി ദേവുവിനോട് ചോദിച്ചായിരുന്നോ? അല്ല ഞാൻ ദേവുവിനോട് എന്താ ചോദിക്കണ്ടേ? ഉണ്ണി ഇവിടെയല്ലേ താമസിക്കുന്നേ? അപ്പോൾ കൺമണി മോക്ക് ഒരാഴ്ച ഇവിടെ നിന്നാലെന്താ? അയ്യോ ചേച്ചി, ഞങ്ങൾ അങ്ങനെ ഉദ്ദേശിച്ചിട്ടല്ല. എനിക്ക് ആകെയുള്ളത് ഒരു ആംഗ്ലയാ. എന്റെ ഭർത്താവിനാണെങ്കിൽ അനിയനോ പെങ്ങളോ അങ്ങനെ ആരുമില്ല. അവൾക്ക് ആകെ കസിൻ എന്ന് പറയാനുള്ളത് ഉണ്ണി മാത്രം. എന്നിട്ട് ആ ഉണ്ണിയുടെ കൂടെ ഒരാഴ്ച താമസിക്കണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കാർക്കും ഒരു താല്പര്യമില്ലാത്ത പോലെ. ഏയ് ചേച്ചി, ഞങ്ങൾ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല. കൺമണിമോൾ ഇവിടെ നിൽക്കുന്നതിൽ ഞങ്ങൾക്കൊരു എതിർപ്പുമില്ല. ആ ദേവു, പിന്നൊരു കാര്യം, മോൾക്ക് ഭക്ഷണ കാര്യത്തിൽ ഭയങ്കര കൃത്യനിഷ്ഠയാ. കറക്റ്റ് സമയത്തിന് തന്നെ അവൾക്ക് ഭക്ഷണം കഴിക്കണം. അത് ദേവു ഒന്ന് ശ്രദ്ധിച്ചോണേ. ആ ചേച്ചി, ഞാൻ ശ്രദ്ധിച്ചോളാം. എന്നാ വാ ചേച്ചി ഇറങ്ങാം. അല്ല കൺമണി മോൾ എവിടെ? അവളെ കണ്ടില്ലല്ലോ. ഓ മോളോ? അവൾ അകത്തിരുന്ന് ബാക്കിയുള്ള കേക്ക് കഴിക്കുന്നുണ്ട്. ഇനി ആരും എന്തായാലും കഴിക്കാനൊന്നും പോകുന്നില്ലല്ലോ. അപ്പൊ കേക്ക് തീർന്നോ? എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു, എല്ലാം തകർന്നു. അങ്ങനെ ഒരാഴ്ചത്തേക്ക് എനിക്ക് സ്വസ്ഥായിട്ടിരിക്കാം. ഉണ്ണിക്കുട്ട അച്ഛനും അമ്മയെല്ലാം പോവാണേ. നല്ല മിടുക്കനായിട്ടിരിക്കണം. കൺമണി മോളെ ശ്രദ്ധിക്കണേ. ആ ഞാൻ ശ്രദ്ധിച്ചോളാം.